എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോ ആണെങ്കിൽ നമ്മുടെ ഇഷിതനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ഇഷിത ആ ഹോളോന്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഒരുപാട് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഹോളോനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ആ ഹോളോന്റെ ദേഹത്തിൽ ഏർക്കുന്നില്ല. നമ്മുടെ ഇഷിത വേറെ ഒരു വരിയില്ലെന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെയധികം സ്പീഡിൽ തന്നെ ആ ഹോളോ ആണെങ്കിൽ നമ്മുടെ ഇഷിതയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോ ആണ് നമ്മുടെ ഇഷിതയുടെ പുറകിൽ ഇപ്പം. സോ അങ്ങനെ നമ്മുടെ ഇഷിത ഇപ്പം മരിക്കാൻ പോവാടാന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ട് ഒരാൾ വരുന്നത്. എൻ്റെ ഫാദർ ആയിട്ടുള്ള റിയൂഗൻ ഇഷിതയായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോളോനെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ റിയൂഗൻ ഇല്ലാതാക്കുകയാണ്. സോ ഇത് കണ്ടുടനെ തന്നെ നമ്മുടെ ഇഷിത നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ തൻ്റെ അച്ഛൻ ഒരു നോർമൽ ഹ്യൂമൻ ആണ്, എന്നിട്ട് ക്വിൻസിന്റെ പവർ തൻ്റെ അച്ഛൻ യൂസ് ചെയ്യുന്നു. സോ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഇഷിത ഞെട്ടുന്നത്. തന്നെ വളരെയധികം വേഗത്തിൽ ഒറ്റ അറ്റാക്കി തന്നെ ആ ഹോളോനെ പകുതി ഹോളോ അവൻ ഇല്ലാതാക്കി. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റിയൂഗനാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ ലെവലായിട്ടുള്ള ഒരു പവറുള്ള ഒരു ക്വിൻസിയാണ്. സോ വീണ്ടും ആ ഹോളോ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ നമ്മുടെ റിയൂഗൻ വീണ്ടും അറ്റാക്ക് ചെയ്തിട്ട് ആ ഹോളോനെ മൊത്തത്തിൽ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ്. സോ ഇത് കാണാൻ നേരത്തും നമ്മുടെ ഇഷ്ടം ഞെട്ടുന്നുണ്ട്. റിയൂഗൻ നേരത്തെയൊക്കെ നമ്മുടെ ക്വിൻസീസിനെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഹെയ്റ്റ് ചെയ്യുകയായിരുന്നു. അതുമാത്രമല്ല ഒരു നോർമൽ ഹ്യൂമൻ എങ്ങനെയാണ് ക്വിൻസി പവർ യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഇഷിത തൻ്റെ അച്ഛനോട് ചോദിച്ച സമയത്ത് തൻ്റെ അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതും സിമ്പിളായിട്ട് തന്നെ ശരീരത്തിൽ ക്വിൻസി പവർ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അതെൻ്റെ പുറത്ത് വരാതിരുന്നതാണ്. ഞാൻ ക്വിൻസി പവേഴ്സിൻ്റെ ആർട്ട് ക്രിയേറ്റ് ചെയ്തു. മാത്രമല്ല നീ വിചാരിച്ചിരിക്കുന്നത് നീയാണ് ദ ലാസ്റ്റ് ക്വിൻസി എന്നാണ്, പക്ഷേ അല്ല, ഞാനാണ് ദ ലാസ്റ്റ് ക്വിൻസി. മാത്രമല്ല നീ ഒരു ക്വിൻസി ഹാഫ് ബോണും കൂടാണ്. കാര്യം കേട്ട നമ്മുടെ ഇഷിതയ്ക്ക് ഒരുപാടധികം വിഷമം വരുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ തൻ്റെ അച്ഛൻ ഇഷിതയോട് പറയുകയാണ്, ക്വിൻസി പവർ നല്ല രീതിയിൽ തന്നെ കൂട്ടിത്തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നീ ഇനി ഒരിക്കലും ഒരു സോൾ റിപ്പറുമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. സോ ഇത് കേട്ടുടനെ തന്നെ നമ്മളെ ഞെട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ തൻ്റെ അച്ഛൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഇച്ചിഗോനും അതുപോലെ തന്നെ ഇച്ചിഗോൻ്റെ ഗ്രൂപ്പിനോടൊന്നും മിണ്ടരുതെന്നാണ്. സോ ഈ പിന്നീട് കാണിക്കുന്നത് കണ്ട് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഇച്ചിഗോൻ്റെ ബോഡിയിലുള്ള കോണിനെയാണ് കാണിക്കുന്നത്. ആ ഹോളോനെ കണ്ട് ഒരുപാടധികം സ്പീഡിൽ തന്നെ ഓടുന്നുണ്ടെങ്കിലും ആ ഹോളോ നമ്മുടെ ഇച്ചിഗോൻ്റെ ബോഡിയിലുള്ള കോണിനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ കോണിനെ രക്ഷിക്കാൻ വേണ്ടി ഉരഹരയുടെ ഡോൾസ് അങ്ങോട്ട് വരികയാണ്. ഡോൾസിനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് ഫില്ലർ എപ്പിസോഡിൻ്റെ അതിൽ വന്ന ഒരു സംഭവം. ഇത് നമ്മുടെ ഉരഹര ക്രിയേറ്റ് ചെയ്ത ഡോൾസ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കോണിനെയൊക്കെ പോലത്തെ ഡോൾസ് ആണ്. നമ്മുടെ കോൺ മോഡ്സോൾ പോലെ അല്ലേ, അതുപോലെ തന്നെയാണ് ഇവരും മോഡ്സോൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇവർ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കോണിന് നല്ല രീതിയിൽ തന്നെ സമാധാനം വരികയാണ്. സോ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും വന്നല്ലോ എന്നുള്ള രീതിയിൽ അവൻ്റെ ടെൻഷനൊന്നും പോയിട്ടില്ല. കാരണം ഇച്ചിഗോ കൊന്ന ഒരു ഹോളോ ആണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല നേരത്തേനെക്കാട്ടി ഒരുപാടധികം പവർഫുൾ തന്നെ ആ ഹോളോ ഇവരെ കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ എൻ്റെ ഡിന്നർ നിങ്ങളാണെന്നും ആ ഹോളോ പറയുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ ഒരു മോഡ്സോൾ ആണെങ്കിൽ ഇലൂഷൻ പോലെ ഇച്ചിഗോന്റെ രൂപം എടുത്തിട്ട് ആ ഹോളോന്റെ നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്ന് വെച്ചാൽ ഫേക്ക് ഇച്ചിഗോ ആണ് ഇപ്പോൾ ആ ഹോളോന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. ഇലൂഷൻ വരി ഇച്ചിഗോന്റെ സോൾ റിപ്പർ ഫോമായിട്ട് മാറ്റിയിട്ടുള്ളത് നമ്മുടെ കോണിനെ ആയിരുന്നു. സോ ആ ഹോളോ അന്നേരം തന്നെ നമ്മുടെ ഇച്ചിഗോനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കോൺ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അന്നേരം തന്നെ ആ ഇലൂഷനും പോവുകയാണ്. സോ അങ്ങനെ ആ ഹോളോ നമ്മുടെ കോണിനെ വീണ്ടും കാണുകയാണ്. ഈ ഹോളോന്റെ പേര് ഗ്രാൻഡ് ഫിഷർ എന്നാണ്. ഈ ഹോളോയ്ക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരികയാണ്. കാരണം ഇച്ചിഗോ എന്തുകൊണ്ടായിരിക്കും സോൾ റിപ്പർ ഫോമിലോട്ട് മാറാതെ ഇച്ചിഗോന്റെ നോർമൽ ബോഡിയിൽ തന്നെ ഇരുന്നിട്ട് ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ഇതേ സമയം തന്നെ ഒരു അറ്റാക്ക് നമ്മുടെ കോണിന് നേരെ വിടുകയാണ്. സോ അന്നേരമാണ് നമ്മുടെ ഗ്രാൻഡ് ഫിഷറിന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇച്ചിഗോന്റെ ബോഡിയിൽ വേറെ ആരാണ്ടാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം. ദേഷ്യം വന്ന ഹോളോ ആണെങ്കിൽ കോണിനെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. കോണിനെ ഇപ്പൊ കൊല്ലൂടാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ബീം ഓഫ് ലൈറ്റ് ആ ഹോളോന്റെ നേരെ വിടുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെല്ലാണ്. സോ ഈ സ്പെല്ല് ആരാടാ വിട്ടതെന്ന് പറഞ്ഞ് നമ്മുടെ കോൺ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവനൊരു കാഴ്ച കാണുന്നത്. അത് വേറെ ആരുമല്ല നമ്മുടെ ഇച്ചിഗോന്റെ അച്ഛൻ കുറോസാക്കി ആയിരുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ലെവൽ സ്പെല്ലാണ് ഇപ്പൊ ആ ഹോളോന്റെ നേരെ കുറോസാക്കി വിട്ടത്. സോ ഇത് നമ്മുടെ കോണിനെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ കുറോസാക്കി ഇത്രയധികം പവർഫുൾ ആണെന്നുള്ള ഒരു കാര്യം നമ്മുടെ കോണിന് അറിയത്തില്ലായിരുന്നു. അതുമാത്രമല്ല ഇങ്ങനെ ഒരു സോൾ റിപ്പർ ആയിരുന്നോ എന്ന് നമ്മുടെ കോൺ വളരെയധികം ടെൻഷൻ അടിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വന്നോടനെ തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ അച്ഛനാണെങ്കിൽ കോണിനെ നോക്കി ഒരു ചിരിയും ചിരിച്ചിട്ട് തൻ്റെ വൈഫിനെ കൊന്ന ആ ഹോളോനെ ഇല്ലാതാക്കാൻ വേണ്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് ആ ഹോളോനെ നോക്കി ഒരു ചിരി ചിരിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോയ്ക്കും അതുപോലെ തന്നെ ഹിറൂക്കയ്ക്കും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രഷർ അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹിറൂക്ക ചിന്തിക്കുകയാണ്, ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു
സോൾ റിപ്പർ ഈ സിറ്റിയിലുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നല്ലോ. അതുമാത്രമല്ല ഒരു ക്രീപ്പി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രഷറാണ് എനിക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആ പ്രഷർ കിട്ടുന്ന സ്ഥലത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹിറൂക്കനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇച്ചിഗോ പോകുന്നത്. ഞാൻ നിന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. സോ ഇത് കേട്ടാ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോൾ റിപ്പറാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലീഗലായിട്ടുള്ള ഓർഗനൈസേഷനിലൊന്നും ഞാൻ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പോകുന്നില്ലെന്ന് അവനോട് പറയുന്നു. ഇത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്തിട്ട് അവൻ്റെ ഓർഗനൈസേഷനെ വിളിച്ചു പറയുകയാണ് ഇച്ചിഗോ നമ്മുടെ ഓർഗനൈസേഷനെ ജോയിൻ ചെയ്യത്തില്ല. ഇച്ചിഗോൻ്റെ അച്ഛൻ്റെ പേര് ഇഷിൻ എന്നാണ്. സോ നമുക്കിനി ഇഷിൻ എന്ന് വിളിക്കാം. വെറുതെ എന്തിനാ കുറോസാക്കി എന്നൊക്കെ വിളിക്കുന്നത്, അത് അവൻ്റെ കുടുംബ പേരാണ്. നമ്മുടെ ഇച്ചിഗോൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഡിഫൻസ് ചാമ്പ് നമ്മുടെ കോണിൻ്റെ കൊടുക്കുകയാണ്. സോ അത് മാത്രമല്ല നമ്മുടെ ഇച്ചിഗോൻ്റെ അച്ഛൻ കോണിനോട് പറയുകയാണ് അറിയാം നീ ഇച്ചിഗോ അല്ലെന്ന്. അത് മാത്രമല്ല നീ ഒരു മോട്ട്സോൾ അല്ലേ, അതെനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. നീ എന്നെ ആദ്യമായിട്ട് ഞാൻ നിന്നെ കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നീ ഇച്ചിഗോ അല്ലെന്നുള്ള ഒരു കാര്യം. എനിക്ക് എൻ്റെ മകനെക്കുറിച്ച് കുറച്ചേറെ ചിന്തയുണ്ടായിരുന്നു, അവൾ ഡേഞ്ചറിൽ വല്ലതും പോയി പെടുവെന്ന്. അതുകൊണ്ടായിരുന്നു ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്. കോണിന് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഇച്ചിഗോൻ്റെ അച്ഛൻ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ലെവൽ പവറായിട്ടുള്ള ഒരു സോൾ റിപ്പർ ആണെന്നുള്ളൊരു കാര്യം ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സമയം തന്നെ ഗ്രാൻഡ് ഫിഷർ ഹോളോ ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോൻ്റെ അച്ഛനെ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഇച്ചിഗോ ഒരുപാടധികം പവർഫുൾ ആണ്. സോ ഇച്ചിഗോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തോളാമെന്ന് നമ്മുടെ ഇച്ചിഗോൻ്റെ അച്ഛനോട് പറയുന്നു. ഇതൊന്നും വലിയ കാര്യമായിട്ട് നമ്മുടെ ഇച്ചിഗോൻ്റെ അച്ഛൻ എടുക്കുന്നില്ല. സോ അതേസമയം തന്നെ ആ ഹോളോന്റെ ട്രൂ ഫോം ആ ഹോളോ എടുക്കുകയാണ്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കോൺ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. സോ അതുമാത്രമല്ല ആ ഹോളോന്റെ കയ്യിൽ ഒരു വളരെയധികം വലുതായിട്ടുള്ള ഒരു സംബത്തും കൂടി ഉണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ കോൺ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സംബത്തു എന്ന് പറഞ്ഞ സാധനം ഒരു സോൾ റിപ്പറിന്റെ കയ്യിൽ മാത്രമേ വരത്തുള്ളൂ. സോ ആ സാധനം എങ്ങനെയാണ് ഒരു ഹോളോജയിൽ വന്നതെന്ന് വിചാരിച്ചാണ് ഞെട്ടുന്നത്. നമ്മുടെ ഇഷിനാണെങ്കിൽ കോഡിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതൊരു നോർമൽ ഹോളോ അല്ല, ഇതാണ് അറങ്ക. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഹോളോസ് ഒക്കെ ആണെങ്കിൽ അവരുടെ മുഖത്തുള്ള മാസ്ക് റിമൂവ് ചെയ്യും. സോ ഈ മാസ്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സോൾ റിപ്പേഴ്സ് പവേഴ്സ് കിട്ടും. സോ ഈ സോൾ റിപ്പർ പവറിന്റെ കൂടെ തന്നെ അവർക്ക് സംബത്വവും കിട്ടും. അതുമാത്രമല്ല ഈ ഹോളോ ഒരു ടെസ്റ്റ് സബ്ജക്റ്റും കൂടാണ്. സോ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഹോളോ ആണെങ്കിൽ അവന്റെ സംബത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഷിനെ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ആക്രമിക്കുന്നതിന് മുമ്പ് ഹോളോ പറയുകയാണ് നിന്റെ ആ ഇച്ചിരി പോകുന്ന ആ സംബത്ത് വെച്ചിട്ട് എൻ്റെ ഇത്രയും വലിയ സംബത്തുവിനെ നിനക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, എന്നെക്കാട്ടിൽ ഒരുപാടധികം പവർഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഹോളോ ചിരിക്കുന്നു. സോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഇഷിനാണെങ്കിൽ അവൻ്റെ സംബത്ത് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ അറ്റാക്ക് ആ ഹോളോന്റെ നേരെ വിടുന്നു. സോ ആ അറ്റാക്ക് കണ്ടിട്ട് നമ്മുടെ കോൺ തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ അറ്റാക്ക് കാരണം ആ ഹോളോനെ പകുതിയോളം ഇഷിൻ ഇല്ലാതാക്കിയിരിക്കുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോനെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ഇഷിൻ ഇല്ലാതാക്കിയാണ്. എന്നിട്ട് നമ്മുടെ കോണിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയായിട്ടുള്ള സംബത്തുവിന്റെ വലിപ്പം നമുക്ക് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. വലിയ സംബത്തുള്ള ആൾക്കാരെ ഒരുപാടധികം പവർഫുൾ ആണ്. അത് മാത്രമല്ല അവർ മോൺസ്റ്റേഴ്സും കൂടാണ്. സോ ഇത് കേട്ട് നമ്മുടെ കോണത് ഞെട്ടുന്നു. കാരണം നമ്മുടെ ഇച്ചിഗോന്റെ സംബത്തു വളരെയധികം വലുതാണ്. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 5ന്റെ 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ നമ്മുടെ ഇച്ചിഗോന്റെ അച്ഛൻ ഒരു സോൾ റിപ്പർ ആണെന്നും അത് മാത്രമല്ല ഒരു ഫോർമർ 10th ഡിവിഷന്റെ ക്യാപ്റ്റൻ ആണെന്നും സീരീസ് കാണുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ നിങ്ങൾ വിചാരിച്ചായിരുന്നോ ഇച്ചിഗോന്റെ അച്ഛൻ ഇഷിൻ ഒരു സോൾ റിപ്പർ ആണെന്ന്? വിചാരിച്ചില്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയുക. സോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. സോ ടാറ്റാ ബൈ.